കേരളത്തിന്റെ ചരിത്രത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് കാപ്പാട് ബീച്ച്. 500-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേക്ക് പുതിയൊരു സമുദ്രപാത കണ്ടെത്താനിറങ്ങിയ വാസ്കോഡ ഗാമ കാലുകുത്തിയ അതേ തീരം. അതുവരെ ഉണ്ടായിരുന്ന ചരിത്രത്തെയും സംസ്കാരത്തെയും മാറ്റിമറിച്ച ആ വരവ് പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. കപ്പക്കടവ് എന്ന് നാട്ടുകാർ വിളിച്ചു വന്ന കാപ്പാട് ബീച്ച് ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ബീച്ചുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായ ബ്ലൂ ഫ്ലാഗ് അംഗീകാരം കാപ്പാട് ബീച്ചിനെ തേടിയെത്തിയിരുന്നു. പിന്നീട് സന്ദർശകർക്കായി വിവിധ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങി. 500 മീറ്ററോളം നീണ്ടുകിടക്കുന്ന നടപ്പാത ജോഗിംഗ് ട്രാക്കായി മാറ്റി. 2 വ്യൂ ടവർ, ഹട്ടുകൾ, സീ ബാത്തിങ്ങിനായുള്ള കംഫർട്ട് സ്റ്റേഷൻ, ഓപ്പൺ ഷവർ, പാർക്കിംഗ് ഏരിയ, കഫ്റ്റീരിയ തുടങ്ങിയ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൊസൈറ്റി ഓഫ് ഇന്റഗ്രേറ്റഡ് കോസ്റ്റൽ മാനേജ്മെന്റിനാണ് കാപ്പാട് ബീച്ചിനെ മോടി പിടിപ്പിക്കുന്നതിനുള്ള ചുമതല. 4 ലൈഫ് ഗാർഡുകളുടെ സഹായം ലഭ്യമാകുന്ന കാപ്പാട് ബീച്ച് സേഫ് സ്വിമ്മിംഗ് സോൺ ബീച്ചുകളുടെ പട്ടികയിലും ഉൾപ്പെടുത്താം. സവിശേഷതകൾ ഒരുപാട് പറയാനുണ്ട്. എങ്കിലും ഒരു കാലത്ത് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമായിരുന്ന കാപ്പാട് ബീച്ചിന്റെ അംഗീകാരവും ആകർഷകത്വവും നിലനിർത്താൻ അധികൃതരുടെ പ്രത്യേക ശ്രദ്ധ പതിയേണ്ടതുണ്ട്. ഇതിനൊപ്പം ബീച്ചിന്റെ വടക്കുഭാഗത്തുള്ള തൂവപ്പാറ കടൽ തീരത്തിന്റെ ശോചനീയ അവസ്ഥ പറയാതെ വയ്യ. മുൻപ് കാപ്പാട് ബീച്ചിന്റെ വികസനത്തിന്റെ ഭാഗമായി ധാരാളം സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. കൃത്യമായ മേൽനോട്ടമില്ലാത്തതിനാലും അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതിനാലും ഇവയെല്ലാം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീച്ചിലെ ലൈറ്റുകൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാണ്. റെയിൻ ഷെൽട്ടറുകളും ഫുട്പാത്തും ലൈറ്റുകളും തുരുമ്പെടുത്ത് ദയനീയ അവസ്ഥയിലാണ്. രാത്രികാലമായാൽ സാമൂഹ്യ വിരുദ്ധരുടെ ലഹരി ഉപയോഗത്തിന്റെ കേന്ദ്രമായും ഇവിടെ മാറി. മികച്ച ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവയൊന്നും വേണ്ട രീതിയിൽ പരിപാലിക്കാതെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. തൊഴിലാളികൾക്ക് അവരുടെ സാധന സാമഗ്രികൾ വെക്കാൻ ഷെഡ് നിർമ്മിച്ചു നൽകും എന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ പറഞ്ഞതൊന്നും നടക്കാതെ വന്നതോടെ മത്സ്യത്തൊഴിലാളികളുടെ വലയും മറ്റു ഉപകരണങ്ങളും പാർക്കിലെ ജീർണിച്ച കെട്ടിടങ്ങളോട് ചേർന്ന് സൂക്ഷിച്ചിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവാദിത്ത ടൂറിസം വികസിപ്പിക്കേണ്ടത് ഇവിടെ അനിവാര്യമാണ്. അതോടൊപ്പം തൂവപ്പാറ ബീച്ചും പരിസരവും ആകർഷകമായി വികസിപ്പിച്ച് സന്ദർശകരെ ഈ ഭാഗത്തേക്കും ആകർഷിക്കേണ്ടതാണ്. കാപ്പാട് ബീച്ചിന്റെ വികസന കുതിപ്പിന് വിലങ്ങ് തടിയാകുന്ന കാപ്പാട് കൊയിലാണ്ടി തീരദേശ റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കുകയും വേണം. നിലവിലുള്ള സൗകര്യങ്ങൾ ശ്രദ്ധയോടെ പരിപാലിക്കുകയും ആകർഷകമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്താൽ കാപ്പാടേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് ഇനിയും വർദ്ധിക്കും.